അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എഴുതിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലായിട്ടൊരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഇവിടെ പേജിനനുസരിച്ചാണ് ക്യാഷ് കിട്ടുന്നത്. ഒരു പേജിന് 500 രൂപ തൊട്ട് എത്രയാണ് 1000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം, ഏതൊക്കെ രീതി വിഡ്രോവൽ ചെയ്യാം എന്നൊക്കെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, സൈറ്റിൽ കയറി വർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിലിരുന്നുകൊണ്ട് എഴുതിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലായിട്ടുള്ള ഒരു സൈറ്റാണ്. ഈ സൈറ്റിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും വർക്ക് ചെയ്യാം. എന്താണ് 100% ഫ്രീ ആയിട്ടുള്ള നല്ലൊരു റൈറ്റ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഗ്രീക്ക് എന്നാണ്. അപ്പോൾ സൈറ്റിൻ്റെ പേരും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഈ സൈറ്റിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലേ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. ഇവിടെ പറയുന്നത് സ്റ്റേബിൾ ആൻഡ് റിലയബിൾ അക്കാഡമി റൈറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് മോണിറ്റൈസ് യുവർ ടൈം ആൻഡ് എഫേർട്ട്. അപ്പോൾ നമ്മൾ ടൈമും നമ്മുടെ എഫേർട്ടും കൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് നല്ലൊരു എമൗണ്ട് വിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം മെയിൻ റിക്വയർമെൻറ്റിന് നമുക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ് അവർ പറയുന്നുണ്ട്. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ പ്രൊഫഷ്യൻസി ഇൻ ദ പർട്ടിക്കുലർ ഏരിയ ഓഫ് എ സ്റ്റഡി. പിന്നെ അവർ തരുന്ന ഒരു സ്റ്റഡി ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എബിലിറ്റി ടു കോണ്ടാക്റ്റ് ടു റിസർച്ച്, അപ്പോൾ റിസർച്ചിന് പറ്റിയ കോണ്ടാക്ട്സ് ഒക്കെ വേണം. അത് നമുക്കിപ്പോൾ ഗൂഗിളിൽ നോക്കിയിട്ടാണെങ്കിലും കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒറിജിനൽ കണ്ടന്റ് റൈറ്റിംഗ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളടത്തുനിന്ന് കോപ്പി അടിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് കഴിവുള്ളവരായിരിക്കണം. അക്കാഡമി ലെവൽ ഓഫ് ഇംഗ്ലീഷിൽ നല്ല അക്കാഡമി ലെവൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അവർ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 3 ദിവസത്തിനുള്ളിലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ. നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങണമെങ്കിൽ ആദ്യം നമുക്ക് സ്കിൽ സർവേ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് സർവേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യുക, അതാണ് സർവേ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ പ്രൊഫൈലൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ടാവും. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ടെസ്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഫോൺ യൂസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ആൻസർ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ്. സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഈസിലി പാസ്സാവുന്നതാണ്. പിന്നെ സാമ്പിൾ എസ്സേ, നമ്മൾ സാമ്പിൾ അവർക്ക് അയച്ചു കൊടുക്കണം. നമ്മൾ അവർ ഒരു സാമ്പിൾ നമുക്ക് അയച്ചു തരും, ഒരു ടോപ്പിക് അയച്ചു തരും. അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു എസ്സേ പോലെ റൈറ്റ് ചെയ്ത് അവർക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ID വെരിഫിക്കേഷനാണ്. നമ്മുടെ ആധാർ കാർഡോ പാൻ കാർഡോ അങ്ങനത്തെ സംഭവം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ID ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ടെസ്റ്റൊക്കെ ഉള്ള ഒരു സൈറ്റാണെങ്കിൽ അതിനെ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റും, കാരണം അതൊരു ജെനുവിൻ സൈറ്റാണ്. താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് കണ്ടിന്യൂസ് കരിയർ ഗ്രോത്ത് ഏൺ ഫ്രം $4 to $12 പെർ പേജ്. അപ്പോൾ ഒരു പേജിന് നമുക്ക് $4 തൊട്ട് $12 വരെ ഒരു പേജിന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എത്രയാണ് ഈ $4 തൊട്ട് $12 എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ട് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്തവർക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സായിട്ട് ജോയിൻ ചെയ്യുന്നവർ ഓരോ ലെവൽ കഴിയും തോറും, എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർക്ക് കംപ്ലീറ്റ് ആകും തോറും നമ്മുടെ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ബിഗിനേഴ്സ് എന്ന രീതിയിലായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ 2 കഴിഞ്ഞ് ഒരു 5 ഓർഡറൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇൻ്റർമീഡിയറ്റ് എന്ന ഇതിൽ വരും. അവിടെ നമുക്ക് എത്രയാണ് 80% പ്ലസ് സക്സസ് റേറ്റ് അവർ നമുക്ക് പറയുന്നത്. പിന്നെ 30 ഓർഡറൊക്കെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അത് അഡ്വാൻസ്ഡ് ലെവലാണ്. 50 കൂടുതലാകുമ്പോൾ പിന്നെ അത് എക്സ്പേർട്ടാണ്. മനസ്സിലായോ? എല്ലാത്തിലും നമുക്ക് ഓരോ ലെവൽ കഴിയുന്തോറും നമുക്ക് നമ്മുടെ സാലറി എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്റ്റ് ജോലിക്ക് അപ്ലൈ ചെയ്തു, പിന്നെ വർക്ക് ചെയ്തു, അങ്ങനെയല്ല. നമ്മൾ ജോലിക്ക് പ്രൊഫൈലൊക്കെ കൊടുത്ത് നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
അവർ കമ്പനിക്കാർ തരുന്ന വർക്കുണ്ടല്ലോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിഡ് സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് എസെൻസസ് ഓഫ് ബിഡിങ് പ്രോസസ്സ് കണ്ടോ. ഇനി നമ്മൾ ബിഡിങ് പ്രോസസ്സിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്ലൈ ആൻഡ് ഗെറ്റ് വിൽ പെയ്ഡ് പ്രോജക്റ്റ്. അപ്പം ഒരു പ്രോജക്റ്റിന് നമുക്ക് എങ്ങനെ പേയ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ് കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് കിട്ടുക, അതാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ആദ്യമേ സിമ്പിളി എന്ത് ചെയ്യണം, ഒരു സൈനപ്പ് പ്രൊസീജിയറുണ്ട്, അത് കഴിഞ്ഞ് ടെസ്റ്റുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ID വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മളെ ജോബിൽ അവർ സെലക്ട് ചെയ്തെന്ന് കരുതുക. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോജക്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്കിനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമ്മൾ സൈറ്റിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോജക്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ നമ്മൾ ബിഡ് സമർപ്പിക്കണം. ബിഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയം, പിന്നെന്താണ് ഇത്ര രൂപ നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു റിക്വസ്റ്റ് പോലെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് ബിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ കൊട്ടേഷൻ കൊടുക്കത്തില്ലേ, നമ്മളിപ്പം പറയുന്നത് ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ലേലത്തിൽ വയ്ക്കുമ്പോൾ നമ്മൾ കൊട്ടേഷൻ കൊടുക്കും. അത് രീതി തന്നെയാണ് ഇവിടെ ബിഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ആ കമ്പനി ഇങ്ങനെ ഇന്ന പ്രോജക്റ്റ് ഉണ്ട്, അപ്പം ഇതിനാളെ വേണം എന്നൊക്കെ പറഞ്ഞാൽ അവർ അഡ്വർടൈസ്മെൻറ്റ് പോലെ അവർ നമുക്ക് പ്രോജക്റ്റിൻ്റെ ഒരു ഇത് തരും. അപ്പം നമ്മളത് അപ്ലൈ കൊടുത്തിട്ട് നമ്മുടെ പ്രൊഫൈലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ വർക്ക് ചെയ്ത് തരാം, ഇത്രയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഒരു പേജിന് $4 വേണം, ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഞങ്ങൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ്. പിന്നെ നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് നിങ്ങളൊരു ബിഡ് സമർപ്പിക്കാം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പം അത് അവർ വായിച്ച് നോക്കിയിട്ട് അതിഷ്ടപ്പെട്ടാൽ അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബിൻ്റെ ഡീറ്റെയിൽസ് അവർ നമുക്ക് അയച്ചു തരും. എന്ന് വെച്ചാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും. ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ നമുക്ക് അയച്ചു തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ ഡൗട്ടോ ക്ലിയറൻസോ എന്തെങ്കിലും വേണമെങ്കിൽ അവർക്ക് മെയിൽ അയച്ചാൽ മതി. അവർ നമുക്ക് മറുപടി തരുന്നതാണ്. പിന്നെ നമ്മൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ പ്രോജക്റ്റ് ഫിനിഷായി അവർ സ്വീകരിച്ച് അവരെന്ത് ചെയ്യണം, റിവ്യൂ ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ റൈറ്റിംഗ് ജോബ് തന്നു, നമ്മൾ എഴുതി കൊടുത്തു, ഉടനെ പൈസ കിട്ടുക, അങ്ങനത്തെ ഇതല്ല. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സൈറ്റിലാണ്. കോപ്പിറൈറ്റ് പോലെ കുറേ നോട്ട്സ് വന്നിട്ട് നമ്മൾ എഴുതി അങ്ങോട്ട് കൊടുക്കുക, പിന്നെ അങ്ങനത്തെ ഒന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമുക്ക് അവർ പ്രോജക്റ്റ് തരും. നമ്മുടെ റേറ്റിംഗ് അവർക്ക് ഇഷ്ടമായാൽ അവർ നമുക്ക് പ്രോജക്റ്റ് തരും. പിന്നെയാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത്. അതിന് ജസ്റ്റ് നിങ്ങൾ ഈ മേളിൽ വരിക, 3 ഡോട്ട് ലൈൻ കിടക്കുന്നുണ്ടോ, അത് ജസ്റ്റ് ക്ലിക്ക്, ഇവിടെ FA ക്വസ്റ്റ്യൻസ് എന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ ഹൗ ടു യു പേ എന്ന ഓപ്ഷൻ നോക്കുക. കണ്ടോ ഏതൊക്കെ രീതിയിലാണ് പേയ്മെൻറ്റ് നടക്കുന്നത്, പേപ്പാൽ, പെയ്നോർ, പിന്നെ സ്ക്രിൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ നോർമലി ഡോളർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഓപ്ഷൻ പേപ്പാലാണ്. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പേപ്പാലിൻ്റെ മെയിൽ ID കൂടി കൊടുക്കണം. പിന്നെ നമുക്ക് അറിയാമല്ലോ, ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ഹൈ റേറ്റ് ഒന്നും കൊടുക്കാതെ കുറഞ്ഞത്, അപ്പം $4 സ്റ്റാർട്ടിംഗ് ആണ് അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊരു $5 ഒക്കെ വെച്ചിട്ട് കുറച്ച് വർക്ക് പിടിക്കാൻ ശ്രമിക്കുക. പിടിച്ച് കുറച്ച് സക്സസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ $5 എന്നുള്ളത് 10 ആക്കുക, 12 ആക്കുക, അങ്ങനെ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുക. നല്ല അടിപൊളിയായിട്ടൊരു സൈറ്റാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു 10,000-ന് മേളിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ലനായിട്ടുള്ളൊരു സൈറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത്